ഹലോ, നമസ്കാരം എല്ലാവർക്കും. ഗരുഡൻ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളെല്ലാം എല്ലാവരും കാണുന്നുണ്ട്, എല്ലാവരും അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നുണ്ടെന്നൊക്കെ ഞാനും കാണുന്നുണ്ട്. നമ്മൾ എന്താ ചെയ്യുക, നമ്മുടെ ഈ പ്രൈവറ്റ് ബസ്, KSRTC ബസ്, ഇതിനകത്തൊക്കെ യാത്ര ചെയ്യുന്ന സഹോദരിമാർ അവർക്ക് നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പബ്ലിക്കലി എല്ലാവർക്കും ഷെയർ ചെയ്ത് അവർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ ഞാനും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. കാരണം പെണ്ണുങ്ങൾക്ക് ഇപ്പോൾ എല്ലാ രീതിയിലുള്ള ആൾക്കാരും നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല. ഒരുപാട് പെൺകുട്ടികൾക്ക് KSRTC ബസ്സിലായാലും പ്രൈവറ്റ് ബസ്സിലായാലും ട്രെയിനിലായാലും എല്ലാം ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. ഞാനത് പലപ്പോഴും കണ്ടിട്ടുമുണ്ട്. ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്തും ഞാൻ ബസ്സിൽ കണ്ടക്ടറായിട്ടും ഡ്രൈവറായിട്ടും ഒക്കെ ജോലി ചെയ്തിട്ടുള്ള ആളാണ്. നമ്മളത് പലപ്പോഴും കണ്ടിട്ടുണ്ട്, പല രീതിയിൽ നമ്മൾ അവരുടെ അടുത്ത് പ്രതികരിച്ചിട്ടുണ്ട്. അപ്പം നമ്മളൊരു പരിധി വരെ ചെയ്യേണ്ട കേസ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മാക്സിമം നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്തുനിന്ന് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ മാറി നിൽക്കുക, അല്ലെങ്കിൽ പ്രതികരിക്കുക, അവരുടെ അടുത്ത് ഡയറക്റ്റ് പ്രതികരിക്കുക. പക്ഷേ ഇപ്പോൾ ഈ സഹോദരി ആദ്യം ഒരു കുട്ടി ഇങ്ങനെ ചെയ്തു, അത് ആളെ നമുക്ക് കാണാൻ പറ്റാഞ്ഞുകൊണ്ട് നമുക്ക് വലിയ ആൾക്കും ഫാമിലിക്കും ഒന്നും വലിയ ബുദ്ധിമുട്ടുണ്ടായെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ രണ്ടാമത് ഈ ചേട്ടൻ ഇന്നലെ ആത്മഹത്യ ചെയ്ത ചേട്ടൻ, എന്തായാലും ആ കുട്ടി അതിനകത്ത് പുള്ളി വന്നിട്ട് രണ്ടാമത് ഇട്ട വീഡിയോയ്ക്കകത്ത് വന്നിട്ട് ആൾ മാനസിക രോഗിയാണ്, ആൾ മാനസിക രോഗിയാണെന്ന് പറയുന്നതിനൊപ്പം തന്നെ ഇങ്ങനെയുള്ള ആൾക്കാർക്കെല്ലാം മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ്, ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വൾഗറായിട്ടാണ് ആ കുട്ടി സംസാരിച്ചേക്കുന്നത്. ഇതിപ്പോൾ ആളങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പുള്ളിക്ക് ബോധ്യമുള്ളതുകൊണ്ടല്ലേ നാട്ടുകാരുടെ മുമ്പിലും മറ്റുള്ള പുള്ളിയുടെ വീട്ടുകാരുടെ മുമ്പിലും പുള്ളിക്ക് ഫേസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പുള്ളി അങ്ങനൊരു മാർഗം തിരഞ്ഞെടുത്തത്. അപ്പം നഷ്ടപ്പെട്ടത് ആളുടെ കൂട്ടുകാർക്കും വീട്ടുകാർക്കും ബന്ധുക്കൾക്കും എല്ലാമാണ് നഷ്ടപ്പെട്ടത്. പിന്നെ നഷ്ടപ്പെട്ടതിന് മെയിനായിട്ട് പുള്ളിക്കുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, പുള്ളിയുടെ ജീവിതമല്ലേ പോയത്. എത്ര വർഷം ജീവിക്കേണ്ട മനുഷ്യന്, അല്ലെങ്കിൽ എന്തോരം കാര്യങ്ങൾ ചെയ്യേണ്ട മനുഷ്യന്. നിങ്ങളുടെയൊക്കെ എടുത്തുചാട്ടവും അല്ലെങ്കിൽ അറിവില്ലായ്മയും നിങ്ങളുടെയൊക്കെ റീച്ചിന്, സോഷ്യൽ മീഡിയ റീച്ചിന് വേണ്ടിയൊക്കെ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ ഒരു കുടുംബത്തെയും ഒരു സമൂഹത്തെയൊക്കെ ബാധിക്കുന്നത് ഈ രീതിയിലാണെന്നുള്ള കാര്യം നിങ്ങളെല്ലാവരും ആലോചിക്കുക. നിങ്ങൾക്ക് നിസ്സാരം റീച്ചിന് വേണ്ടിയോ അല്ലെങ്കിൽ പബ്ലിസിറ്റിക്ക് വേണ്ടിയോ ഒക്കെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം നമ്മുടെ നിയമങ്ങളായാലും മാറണം. അതായത് ആണുങ്ങൾ ഇപ്പോൾ മെൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞൊരു സംഘടന രൂപപ്പെട്ട് വരുന്നത് തന്നെ ഇങ്ങനെയുള്ള നിരപരാധികളായ ആളുകൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യണം. കാരണം പെൺകുട്ടികൾക്ക് ഒരു നിയമം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ അത് മറ്റുള്ളവരെ ദ്രോഹിക്കാനായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല. മാറേണ്ട നിയമങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും മാറണം. ആ ചേട്ടന് എല്ലാ ആദരാഞ്ജലികളും നേരുന്നു.